പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷനായ പരിശുദ്ധ മനസ്സുകൊണ്ട് ഈ അനുഗ്രഹീത ദേവാലയത്തിന് സ്നേഹിക കൽപ്പന നൽകിയിട്ടുണ്ട്. ആ കൽപ്പന ഇപ്പോൾ വായിക്കുകയാണ്. എല്ലാവരും ഭയഭക്തിയോടുകൂടെ ശ്രദ്ധാപൂർവ്വം അത് ശ്രദ്ധിച്ച് ദൈവത്തെ ധ്യാനിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. ദൈവകൃപയാൽ ആഗമന ശ്രീനാഥ സഭയുടെ പരമാധ്യക്ഷനായ അന്ത്യോഖ്യയുടെ കിഴക്കയുടെയും ഇഗ്നാത്യോസ് സാഖാപ്രധാനൻ ഐവാസ് പാത്രിക്കീസ് മുദ്ര കോപ്പ് നമ്പർ 228/13 21 നവംബർ 2013. ഇന്ത്യയിലെ കേരളത്തിലെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള നമ്മുടെ പെരുമ്പള്ളി സെന്റ് ജോസഫ് സിംഹാസന പള്ളിയുടെ വാത്സല്യ അഭിമന്യ വാത്സല്യ ആത്മീയ മക്കളായ ബഹുമാനപ്പെട്ട വികാരികൾ, ഭാരവാഹികളും സകല വിശ്വാസികളും സ്നേഹിക വാഴും. നിങ്ങളെ ക്ഷേമമാനാനുള്ള നാം നിങ്ങളെ അറിയിക്കുന്നത് അവിടെയുള്ള നമ്മുടെ സിംഹാസന പള്ളിയുടെ പ്ലാറ്റിനം ശിവനെ നിങ്ങൾ ഈ വർഷം കൊണ്ടാടുകയാണ്. നമ്മുടെ വാത്സല്യവാനായ അഭിമന്യ പ്രാർത്ഥനയ്ക്കായി നിന്നും അറിയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അന്ത്യോഖ്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ സ്നേഹിക സിംഹാസനത്തോടുള്ള സ്നേഹത്തിലും വിധേയത്തിലും നിങ്ങൾ ആരും മുതലേ അടിയുറച്ച് നൽകുകയും നമ്മുടെ പരിസഭയുടെ സ്നേഹിക വിശ്വാസവും പാരമ്പര്യങ്ങളും സദാ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെയുള്ള പള്ളി പണിയപ്പെട്ടിരിക്കുന്ന സ്ഥലം തന്നെ അനുമതിയിലെ പരിശുദ്ധനായ ഗ്രിഗോറിയോസ് അതായത് ചാതുര്യത്തിൽ തിരുമേനി ഇരുന്ന് ധ്യാനിച്ചിട്ടുള്ള സ്ഥലമാകുന്നുവെന്ന് കാലഞ്ചിന ഭാഗ്യസ്മരണാർഹനായ ഗ്രിഗോറിയോസ് അതായത് തിരുപ്പള്ളി തിരുമേനിയുടെ കാലത്ത് അവിടെയുള്ള നമ്മുടെ പള്ളി ആയിരക്കണക്കിന് ഭക്തർ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി തീർന്നു. ഈ സിംഹാസന പള്ളിയുടെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് നമ്മോട് അന്ത്യോഖ്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ സൈനിക സിംഹാസനത്തോടുമുള്ള നിങ്ങളുടെ സ്നേഹാദരങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവിടെയുള്ള നമ്മുടെ പള്ളിക്ക് ഹൗസ് ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ ഭവനം എന്ന നാമം നൽകുവാൻ നാം പ്രസാദിച്ചിരിക്കുന്നു. ഇതുമുതൽ ആ പള്ളി സെന്റ് ജോസഫ് സിംഹാസന പള്ളി എന്ന് അറിയപ്പെടുന്നതാണ്. നമ്മുടെ സൈനിക വാഴുകൾ നാം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. ദൈവകൃപ നിങ്ങളേവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സദസ്യനായ പിതാവേ, Amen.
എക്കാലവും അശരണർക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്ന ഭവനമായിട്ട് തന്നെ പരിലസിക്കുവാൻ ഇടയായി തീരട്ടെ. ആയതിന് നമ്മൾ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഓരോരുത്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ട സഹകരണവും പ്രാർത്ഥനയും സമർപ്പണവും കുറഞ്ഞു പോകുവാൻ ഇടയായി തീരരുത്. ദൈവം അതിന് നമുക്ക് ശക്തി നൽകി കൃപ നൽകി അനുഗ്രഹിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരും, അനേകം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ വന്ന് പ്രാർത്ഥിച്ചിരുന്നതും പ്രാർത്ഥിക്കുന്നതുമായ ഈ സ്ഥലം, അവിടെ എല്ലാ അശരണർക്കും പ്രത്യാശ ലഭിക്കുന്ന സ്ഥലം. ദൈവസന്നിധിയിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാലും ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരം ലഭിക്കുമെന്ന് ജനം പ്രത്യാശിക്കുന്ന സ്ഥലം, ഭക്തർ പ്രത്യാശിക്കുന്ന സ്ഥലം. ആ അർത്ഥത്തിൽ ഇതിനെ ബാബ തിരുമനസ്സുകൊണ്ട് പ്രത്യാശയുടെ പോലെ സുറിയാനിയില് ഇംഗ്ലീഷില് ഹൗസ് ഓഫ് പ്രത്യാശയുടെ ഭവനം എന്ന് കൽപ്പിച്ച് നാമകരണം ചെയ്ത് തന്നിരിക്കും. ബാബായോട് നമുക്ക് എല്ലാവർക്കും നന്ദിയുള്ളവരായിരിക്കാം. ബാബയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ ജൂലൈ മാസത്തിൽ ബാബായെ ചെന്ന് കണ്ടിരുന്നു. ഈ വർഷം അന്നത്തെ ആരോഗ്യാവസ്ഥയിൽ നിന്നും കുറച്ചുകൂടി മോശമായ ഒരവസ്ഥയിലാണ് കാണുന്നത്. ശാരീരികമായിട്ട് ആരോഗ്യം മോശമാണെങ്കിൽ സംസാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ല, കുറവും ദൈവം വരുത്തിയിട്ടില്ല. ദൈവത്തിൻ്റെ സ്തുതി. പരിശുദ്ധ പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും നിങ്ങളെ അറിയിക്കുവാനായിട്ട് ബലഹീന നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സ്നൈഹിക വാഴുകളുടെ പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് നാം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു.